ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. മലയോര മേഖലയിൽ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളുടെ വിറ്റുവരവ് പകുതിയിലധികം ഇടിഞ്ഞതായാണ് കണക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. സംസ്ഥാന സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് റബ്ബറെങ്കിൽ ആ റബ്ബറിന്റെ ആസ്ഥാനമാണ് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം മേഖലകൾ. പൂർണ്ണമായും റബ്ബറിന്റെ വിപണനത്തെ ആശ്രയിച്ച് ജീവിതം കരിപ്പിടിപ്പിച്ചിരുന്ന ഇവിടുത്തെ ചെറുകിട വ്യാപാര മേഖലയും ഇന്ന് തകർച്ചയുടെ വക്കിലാണ്. റബ്ബറിന്റെ വില കുത്തനെ ഇടിഞ്ഞതോടെ കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും വരുമാനത്തിലുണ്ടായ ഗണ്യമായ കുറവാണ് ചെറുകിട വ്യാപാര മേഖലയെ തളർത്തുന്നത്. കാഞ്ഞിരപ്പള്ളിയിൽ ഹോം അപ്ലയൻസസ് കച്ചവടം നടത്തുന്ന സോണി പറയുന്നത് കേൾക്കുക. 1000 രൂപ അന്ന് വലിച്ചെറിഞ്ഞ് ഇപ്പം 100 രൂപ പോലും എടുത്തുകൊണ്ടിരുന്നത്. പണ്ട് നേരത്തെയൊക്കെ നമ്മുടെ കടയിൽ 100 രൂപയ്ക്ക് നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. കാരണം എല്ലാവരും 1000 രൂപ 500 രൂപയും മാത്രമേ കൊണ്ടുവരുള്ളൂ. വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മൾ 100 രൂപ ഒപ്പിക്കുന്നത്, ബാങ്കിലും അവിടെ ഇവിടെയൊക്കെ പോയി. ഇന്നിപ്പോൾ 1000 രൂപ വളരെ കുറഞ്ഞിട്ട് 500 100 രൂപയും മാറിയിട്ടുണ്ട്. ഏകദേശം ഒരു 500 രൂപയുടെ ഡൗണിങ് എന്തെങ്കിലും വന്നിട്ടുണ്ട്. വിൽപ്പനയിൽ 50% അധികം കുറവ് വന്നതായാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കണക്ക്. ഇത് ചെറുകിട മേഖലയെ മാത്രമല്ല, വസ്തു കച്ചവടം, വാഹന വിപണി തുടങ്ങി സമസ്ത മേഖലകളെയും പ്രതികൂലമായി ബാധിച്ചതായി ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. അത്യാവശ്യ കാര്യങ്ങൾ മാത്രമേ ആൾക്കാർ ചെയ്യുന്നുള്ളൂ. മറ്റേത് റബ്ബർ വെട്ടിൻ്റെ ആദായം കിട്ടുമെന്ന പ്രതീക്ഷയിൽ കയ്യിലിരിക്കുന്ന പൈസ സ്പെൻഡ് ചെയ്യാണ്ട് ആൾക്കാർ തയ്യാറായിരുന്നു. അങ്ങനെ സ്പെൻഡ് ചെയ്യാണ്ട് ആൾക്കാർ തയ്യാറല്ല. കയ്യിലുള്ളത് കൊണ്ട് ജീവിച്ചു പോകാനാണ് അവർ ശ്രമിക്കുന്നത്. റബ്ബറിന്റെ വിലയിടിവ് ബാധിക്കുന്നത് റബ്ബർ കർഷകരെ മാത്രമല്ല, ഒരു നാടിന്റെ ആകെ സമ്പദ് വ്യവസ്ഥയാണ്. റബ്ബറിന്റെ വിലയിടിവ് ഇനിയും തുടർന്നാൽ പ്രതിസന്ധിയിലാകുന്നത് റബ്ബർ കർഷകർ മാത്രമാവില്ല എന്ന് സാരം. ക്യാമറമാൻ സാലു മീനടത്തിനൊപ്പം ആർ സന്ദീപ്, മാതൃഭൂമി ന്യൂസ്, കോട്ടയം. വിഷം കഴിക്കുന്ന മലയാളികൾ, മാതൃഭൂമി ന്യൂസ് അന്വേഷണ പരമ്പര. ആഹാരത്തിന് സ്വാദും സുഗന്ധവും വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ഫലപ്രദമായ നാടൻ മരുന്നായും ഉപയോഗിക്കുന്ന ഒന്നാണ് കറിവേപ്പില. എന്നാൽ ഇന്ന് വിപണിയിൽ ലഭിക്കുന്ന കറിവേപ്പില രോഗമാണോ ആരോഗ്യമാണോ ഉണ്ടാക്കുന്നത്? വിഷം കഴിക്കുന്ന മലയാളി, മാതൃഭൂമി.